ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു ടേസ്റ്റിയായ ചൂരമീൻ വറുത്തരച്ച കറി. എൻ്റെ അമ്മ, ചൂര വറുത്തരച്ച് വെക്കാൻ വേണ്ടി 1 കപ്പ് തേങ്ങ ഞാൻ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ വറുത്തെടുക്കണം. നാല് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും, വട്ടത്തിലോ നീളത്തിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ മൊരിഞ്ഞ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. മുഴുവനോടെയുള്ള കുറച്ച് കുരുമുളക്, ഇട്ട് നല്ലപോലെ തീ കുറച്ച് വെച്ച് നല്ലപോലെ വറുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. കുരുമുളക് ഇട്ട് വേണം വറുത്തരപ്പ് വെക്കാൻ, എന്നാലേ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നല്ലപോലെ ഇളം ചുമപ്പ് ബ്രൗൺ കളറാകുന്നത് വരെയും വറുക്കണം. ഒരുപാട് വറുക്കാതെയാണ് ഞാൻ എടുക്കുന്നത്. തീ കുറച്ച് വെച്ച് നല്ലപോലെ പതുക്കെ കൈവിടാതെ വറുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി 1 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. അപ്പോൾ കരിയാതെ നല്ല വറുത്ത് കിട്ടും. തേങ്ങ ഒന്ന് നല്ല ഇളം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത്ര എരിവൊന്നും കാണില്ല. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞു പോകാൻ തന്നെ. ഇത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ആറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പോകുന്നു. ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിൽ വറുത്ത് വെച്ച തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കറക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അമ്മിക്കല്ലിൽ അരക്കുന്ന പരുവത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു മൺചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു കറി അടുപ്പത്ത് വെച്ച് അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങാക്കൂട്ട് അതിലിട്ടോ. ഈ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്.
മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ചേർക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും ഉപ്പാണ് ഇടുന്നത്, വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കൊറക്കാപ്പുളി എടുത്ത്, വടക്കൻ പുളി എന്നും പറയും, കുടംപുളി എന്നും പറയും, അതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകിയാണ് വെച്ചത്. ഈ വെള്ളത്തോടു കൂടി ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അരപ്പ് നല്ല പോലെ തിളക്കാൻ തുടങ്ങുന്നുണ്ട്. ചൂര മീൻ എപ്പോഴും വറുത്ത് വെക്കുന്നതാണ് നല്ലത്, വറുത്തരപ്പായിട്ട് വെക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം? വറുത്തരച്ച് വെക്കുന്ന ചൂരമീൻ കറി ആർക്കൊക്കെയാണ് ഇഷ്ടമുള്ളത്? അല്ലാതെ ചൂരമീൻ മേടിക്കുമ്പോൾ നിങ്ങൾ ഏത് തരമാണ് വെക്കുന്നത് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇതിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറവാണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞ് മലക്കറിയൊക്കെ പച്ചക്കറി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇനി 2 പച്ചമുളകും 1 തക്കാളിയും അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മുരിങ്ങക്ക ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നല്ലവണ്ണം തിളപ്പിക്കണം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കറി നല്ല തിളക്കുന്നുണ്ട്. ഇത്തിരി നേരം തീ കുറച്ച് വെക്കാം. നല്ല തീ കൂട്ടിയാണ് വച്ചിരിക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്. ഇത് ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നാളെ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഉപ്പും മുളകും പുളിയും എല്ലാം ഇറങ്ങി വരുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി മീൻ കറി തിളക്കുന്നുണ്ട്. കണ്ടിച്ച് നല്ലപോലെ കഴുകി എടുത്തു വെച്ച ചൂര ഇട്ട് കൊടുക്കാം. ചൂരയിൽ ബ്ലഡ് കൂടുതലായതുകൊണ്ട് കുറേ വെള്ളത്തിൽ കഴുകിയാലേ വൃത്തിയാവുകയുള്ളൂ. മീനിട്ടതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചൂരമീൻ അടുപ്പത്തിട്ട് തിളക്കാൻ തുടങ്ങി. കറി തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായി കറി നല്ല പാകത്തിന് നല്ല പരുവത്തിൽ വെന്തിട്ടുണ്ടെന്ന്. പച്ചമുളക് വാടി വരുമ്പോൾ മനസ്സിലാവും നമുക്ക് കറി നല്ല പാകത്തിനാണ് വെന്തിട്ടുള്ളതെന്ന്. ഇനി തീ കുറച്ച് വെച്ച് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കാം. ഇതാണ് മീൻകറിയുടെ പരുവം. നല്ല രുചിയുള്ള മീൻകറിയാണ്. കുറച്ച് നേരം കൂടെ തീ കുറച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ കറി മാറ്റി വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കറി നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ കറി എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ബാച്ചിലേഴ്സിനും എല്ലാം ഉണ്ടാക്കി 2 ദിവസം വെച്ച് കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ അടിപൊളി ചൂരക്കറിയാണിത്. എല്ലാവരും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും തരണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.